എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട്, അതായത് അപേക്ഷയിലെ പേരുൾപ്പെടെ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് മെയ് 28-ാം തീയതി വരെ, അതായത് നാളെ വൈകുന്നേരം 5 മണി വരെ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾ അറിയാതെ ഈ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു പോയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അറിയാതെ എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ സ്കൂൾ കോഴ്സ് മാത്രം, അതായത് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളും കോഴ്സും വേറെ കോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു പോയിട്ടുണ്ട്. അതിൽ ഇഷ്ടമില്ലാത്ത കോഴ്സും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത സ്കൂളും ഒക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ, അതായത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ നിങ്ങൾ അറിയാതെ ഇഷ്ടമില്ലാതെ സ്കൂളോ കോഴ്സോ അറിയാതെ കൊടുത്തുപോയി, അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്തും പോയി. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രത്യേകിച്ച് അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. പിന്നീട് നിങ്ങളുടെ 1, 2, 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് മാത്രമേ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഈ ഒരു എഡിറ്റിംഗ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1, 2, 3 അലോട്ട്മെൻറ്റോ, ഈ ഒരു 3 അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയൊരു വിദ്യാർത്ഥിക്ക് ഇതിന് ശേഷം പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട്, അത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. കാരണം പിന്നീട് ഈ ഒരു അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാനുമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാത്ത ഓപ്ഷനാണ് നിങ്ങൾ കൊടുത്തു പോയത്. അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളോ താല്പര്യമില്ലാത്ത കോഴ്സോ ഒക്കെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. അത് നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസാണ് ഏഴാമത്തെ ഓപ്ഷൻ മുതൽ 9ാമത്തെ ഓപ്ഷൻ വരെയുള്ള ഈ ഒരു 3 ഓപ്ഷനിന് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കാതെ, അതായത് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കാത്ത കോഴ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു 8ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ 8ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഇഷ്ടമില്ലാത്ത സ്കൂളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്കൂളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 8ാമത്തെ ഓപ്ഷനൊക്കെ ആണെങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷനാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നിർബന്ധമായിട്ടും നേടണം. ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല. അതുപോലെ നിങ്ങളിപ്പോൾ 1ാമത്തെ ഓപ്ഷനാണ് ഇഷ്ടമില്ലാത്ത ഓപ്ഷനായിട്ട് കൊടുത്തു പോയതെങ്കിൽ നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. കാരണം അവിടെ 1ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പെർമനൻറ്റ് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. അതേസമയം നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷൻ മുതൽ, അതായത് ഈ ഒരു ഓപ്ഷൻ മുതൽ ഈ ഒരു 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത്, ആ ടെമ്പററി അഡ്മിഷൻ നേടുന്ന സമയത്ത് സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ 7ാമത്തെ ഓപ്ഷനാണ് വേണ്ടാത്തതെങ്കിൽ ആ ഒരു 7ാമത്തെ ഓപ്ഷനെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് ഇവിടെ 1 മുതലുള്ള 6 വരെയുള്ള ഓപ്ഷനുകളെ മാത്രമേ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അവിടെ ഹയർ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 8ാമത്തെ ഓപ്ഷൻ തന്നെയാണ്, പുതുതായിട്ട് അലോട്ട്മെൻ്റ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതിലെങ്കിലും മാറ്റം നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്തും 8ാമത്തെ ഓപ്ഷനിൽ തന്നെയാണുള്ളത്. അതിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 8ാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സുമാണ് എങ്കിൽ കൂടി നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് പെർമനൻറ്റ് അഡ്മിഷൻ പോയിട്ട് എടുക്കണം എന്നുള്ളതാണ്. അത് 3ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു 1ാമത്തെയോ 2ാമത്തെയോ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ തുടരാം.
എന്നാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ശേഷം, അത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ എവിടെ കിട്ടിയിട്ടില്ല, എവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പുതുതായിട്ട് എവിടെയെങ്കിലും മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഒരു കിട്ടിയ സ്ഥലത്തേക്ക് നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. ഇങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതോടുകൂടി നിങ്ങൾ ആ ഒരു സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റ് ആവുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് താല്പര്യമില്ല, അതിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ. അത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. HSKP വെബ്സൈറ്റ് വഴി തന്നെ ലോഗിൻ ചെയ്തുകൊണ്ടാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ എവിടെയാണോ ആ ഒരു സ്കൂളിൽ നിങ്ങൾ ആ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് ഓപ്ഷൻ നൽകുന്നതിനാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും, അതായത് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ ട്രാൻസ്ഫറിനും പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഏത് സ്കൂളിലേക്കാണോ ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾക്ക് മാറേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 10 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 8ാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാവുന്നതാണ്. അത് 1 മുതൽ പിന്നീട് 7 വരെയുള്ള ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതിൽ ഏഴാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷനായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണോ ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല എങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടി അവിടെ തുടരാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ഇവിടെ ആ ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടുക, സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടുക. അതിനുശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറുന്നതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷവും പ്രത്യേകിച്ച് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾക്ക് അപേക്ഷിച്ച് നിങ്ങൾക്ക് സ്കൂൾ മാറ്റത്തിനായിട്ട് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സ്കൂൾ മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അതായത് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അതായത് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ഒക്കെ ആണെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വിദ്യാർത്ഥി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, 5ഉം 6ഉം ഓപ്ഷൻ ചേഞ്ച് ആക്കിയിട്ട് വേറെ ഏതോ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ കൊടുത്തു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അത് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതില്ല. അതേസമയം അലോട്ട്മെൻറ്റ് അവിടെ ഇഷ്ടമില്ലാത്ത സ്കൂളിലോ കോഴ്സിലോ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് +1 സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിച്ച് അങ്ങനെ മാറാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.